ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളതും ക്രീം ടൈപ്പിലുള്ളതായിരിക്കും. അപ്പോൾ അത്രയും അങ്ങോട്ട് ഹെവിനെസ് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നിനും ഓയിലി സ്കിന്നിനും വേണ്ടിയിട്ടുള്ള അടിപൊളി 2 മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളതായിട്ടുള്ള 2 മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസേഴ്സും നമുക്ക് ഓയിലി സ്കിന്നിനുള്ളതും കോമ്പിനേഷൻ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ. പക്ഷേ ഈ എക്സ്ട്രീംലി ഓയിലി ആൻഡ് സ്വെറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സ്കിൻകാർക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഓയിൽനെസ് കൺട്രോൾ ആവാൻ വേണം, എന്നാൽ ഹൈഡ്രേഷനിൽ ഒരു കോംപ്രമൈസ് വരുത്താനും പാടില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ട് സൂപ്പറായിട്ടുള്ള 2 മോയ്സ്ചറൈസേഴ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ ടു എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി 2 മോയ്സ്ചറൈസേഴ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോയ്സ്ചറൈസർ വന്നിട്ട് ഈ ഒരു PACയുടെ അക്വാബ്ലാസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതായത് നമ്മുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്കും അതുപോലെ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ 50 ഗ്രാം ആണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ പാക്കേജിങ് തന്നെ സൂപ്പർ ആയിട്ടുള്ളൊരു ബോക്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോട്ടിലൊക്കെ അടിപൊളിയാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്പാച്ചുലയും കൂടി ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പം അത് വെച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഹൈജീൻ പ്രാക്ടീസ്. നമ്മളിപ്പം വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ഹൈജീൻ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ഈ സ്പാച്ചുല വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബോട്ടിലിന് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഇതൊരു 50 ഗ്രാമോളം ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു അടുപ്പും കൂടെ ഉണ്ട്. ഇതിങ്ങനെ ഒരു വൈറ്റ് കളർ ഒരു മോയ്സ്ചറൈസറാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ. ഇച്ചിരി എടുത്താൽ മതി. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വെള്ളം പോലത്തെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ശരിക്കും ഒരു എന്താ പറയുക, വാട്ടർ ബേസ്ഡ് ആണെന്ന് അവർ ചുമ്മാതല്ല കേട്ടോ പറയുന്നത്. വെള്ളം പോലെ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ അത് ഒരു വാട്ടർ പോലെ അങ്ങ് പോവാണ്. നല്ലൊരു ഗ്ലോയും കിട്ടും. കണ്ടോ, ഞാൻ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ടോ, ഒരു വാട്ടർ പോലത്തെ ഒരു മോയ്സ്ചറൈസറാണ്. ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഫേസ് ഒന്ന് ഭയങ്കര എന്താ പറയുക, നമ്മൾ സ്വെറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വാട്ടർ പോലെ തോന്നില്ലേ, അതുപോലത്തെ ഒന്നാണ്. പക്ഷേ ഇത് സെറ്റായി കഴിയുമ്പോൾ ഒരു മാറ്റ് അപ്പിയറൻസിലേക്ക് പോകും. പക്ഷേ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഗ്ലോയിങ് ആയിരിക്കും. നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നിങ്ങൾ ശരിക്കും ഒരു ഓയിലി സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് PAC തന്നെ പറയും. അത്രയും വാട്ടർ പോലത്തെ ആണ് കേട്ടോ. എന്നാൽ ഹൈഡ്രേഷനിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മൾ ആ ഫേസിൽ ആ ഒരു ഗ്ലോയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു PACയുടെ അക്വാബ്ലാസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ എല്ലാ വെതറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എല്ലാം നമുക്കിപ്പോൾ സമ്മറിലായാലും ചില്ലിങ് ആയിട്ടുള്ള വിൻ്ററിലായാൽ പോലും നമുക്ക് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മതി. ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഡേ ക്രീം ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ പോലും വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഈ ഒരു PACയുടെ ആണ്. കാരണം അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ഇൻറ്റൻസ് ഹൈഡ്രേഷനാണ്, ക്വിക്കായിട്ട് അബ്സോർബ് ആവുമെന്നും പറയുന്നു. കറക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് അത് അബ്സോർബ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഗ്ലോ നമുക്ക് കാണാനുണ്ട്. ഫേസിലായാൽ പോലും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പോലും ചേരുമെന്നാണ് തോന്നുന്നത്. ഇത് എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ ഒരു PACയുടെ മോയ്സ്ചറൈസർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഓയിലി സ്കിൻകാർ ഇനി കൺഫ്യൂഷൻ വേണ്ട കേട്ടോ.
ഇനി നമ്മുടെ നെക്സ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് കോമ്പിനേഷൻ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പലർക്കും അങ്ങനത്തെ സ്കിൻ ഉണ്ടാവും. ഇടയ്ക്ക് ഓയിലി ആവും, ഓയിലി മീൻസ് അത്രയ്ക്കും ഇങ്ങനെ എക്സ്ട്രീമിലി ഓയിലി ആവില്ല, ഒരു കോമ്പിനേഷൻ പോലെ ആവും. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഡ്രൈ ആവും, അങ്ങനത്തെ ഒരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മോയ്സ്ചറൈസേഴ്സ് മാറ്റേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ വിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആവും, ഭയങ്കര സമ്മർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആൻഡ് സ്വെറ്റിംഗ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റെത്, ഇടയ്ക്ക് കോമ്പിനേഷൻ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കോ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ, 2 മോയ്സ്ചറൈസേഴ്സ് വേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ ഒരു സ്കിന്ന് അങ്ങനത്തെ എന്താ പറയുക, എപ്പോഴാണ് ഡ്രൈ ആവുന്നത്, എപ്പോഴാണ് കോമ്പിനേഷൻ ആവുന്നത്, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും ഓരോ സീസൺ മാറുന്നതനുസരിച്ച്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രീംലി അങ്ങോട്ട് വിൻ്റർ വരില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് കോമ്പിനേഷൻ ടു ഓയിലി ആയാലും കോമ്പിനേഷൻ ടു ഡ്രൈ ആയാലും ഇങ്ങനത്തെ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സ്കിന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെല്ല് ഞാൻ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ റേറ്റ് തമ്മിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ PSCയുടെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, ഒരു 800 സംതിങ് ഉണ്ട്. പക്ഷേ ഇതിന് എത്ര പറയാം, ഒരു 400 ഉള്ളൂ. ഇതിൻ്റെ ഒരു നെറ്റ് വെയിറ്റ് വന്നിട്ട് 200 ml ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ അഫോർഡബിളും ആണ്, എന്നാൽ നല്ലൊരു മോയ്സ്ചറൈസറും ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്ക് വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് പെർഫോം ചെയ്യുന്നത് PSC ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. PSC ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതും അത്ര മോശമൊന്നും അല്ല ഞാൻ പറയുന്നത്, കാരണം ഇതിപ്പോൾ എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് ചിലപ്പോൾ അത്രയും അങ്ങോട്ട് ഹൈഡ്രേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെത് അത്രയും എക്സ്ട്രീംലി ഓയിലി അല്ല, പക്ഷേ ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചത്. ഇതിപ്പോൾ കണ്ടോ, കഴിയാനായി, അത്രയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു ഗ്ലോയും ഉണ്ടാവും നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ മറ്റേതിൻ്റെ അത്രയും ലൈറ്റ് അല്ല, ഒരു വാട്ടർ പോലെ ലൈറ്റൊന്നും അല്ല, കുറച്ചൊരു തിക്നെസ് ഉള്ള ഒരു ക്രീം തന്നെയാണ്. നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെ സ്മെല്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോൺസിൻ്റെ ആണ് കുറച്ചുകൂടി നല്ലൊരു അടിപൊളി സ്മെല്ലായിട്ട് തോന്നിയത് മറ്റേതിനെക്കാളും. അപ്പോൾ ഇത് അത്രയും അങ്ങോട്ട് വാട്ടറി കൺസിസ്റ്റൻസി അല്ല, പക്ഷേ കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇയും ഇൻഫ്യൂസ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 24 അവർ മോയ്സ്ചർ ലോക്ക് തരുമെന്നാണ് പറയുന്നത്. 24 അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 12 അവേഴ്സോളം നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ എല്ലാ മോയ്സ്ചറൈസേഴ്സും 24 അവറൊന്നും നിൽക്കില്ല. നമുക്ക് ഇടയ്ക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ഇടയ്ക്ക് ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നല്ലോ എല്ലാ മോയ്സ്ചറൈസേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ ഇ ഒക്കെ ആഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊട്ടക്റ്റ് ചെയ്യാനും റിപ്പയറിങ് അതുപോലെ റെജുവിനേറ്റിംഗ് അതിനെല്ലാം നല്ലതാണ്. നല്ല സ്കിന്ന് നല്ല സ്മൂത്തായും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പോൺസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. രണ്ടും നല്ല പെർഫോമൻസ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നിൽ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ PSCയുടെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഡ്രൈ സ്കിന്നുകാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു PSCയുടെ അക്വാബ്ലാസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും എക്സ്ട്രീംലി ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡ്രൈ സ്കിന്നിനാണെങ്കിൽ പോലും യൂസ് ആക്കാൻ പറ്റും, കാരണം അത്രയും ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഒരു ഇതാണ്. നല്ല ഗ്ലോയിങ് കിട്ടും കേട്ടോ. ഈവൻ സമ്മറിലും വിൻ്ററിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടാണ്, കാരണം ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഈവൻ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു PSCയുടെ തന്നെയാണ്. ഇതിൻ്റെ ഒരു 25 ഗ്രാമിൻ്റെ ഉണ്ട്, 297 രൂപയ്ക്കുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമേ ഒരു 300ൻ്റെ വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോൺസിൻ്റെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും നോക്കണ്ട, പോൺസിൻ്റെ ഈ സൂപ്പർ ലൈറ്റ് ജെല്ല് യൂസ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഇതാകുമ്പോൾ നല്ല അഫോർഡബിളും ആണ്, എന്നാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ.
കണ്ടോ ഇപ്പോഴും എൻ്റെ ഫേസിൽ ആ ഒരു ഗ്ലോ ഉണ്ട്, ആ PACയുടെ മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു ഗ്ലോ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് പോൺസിൻ്റെതായാലും കുറേ നേരത്തേക്ക് നമുക്ക് ആ ഒരു ഹൈഡ്രേഷനും ഗ്ലോയും ഉണ്ടാവും. അപ്പം PACയുടേത് നമുക്ക് ഡ്രൈ സ്കിന്നിനായാൽ പോലും ഈ ഒരു എന്താ പറയുക ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളതും ക്രീം ടൈപ്പിലുള്ളതായിരിക്കും. അപ്പോൾ അത്രയും അങ്ങോട്ട് ഹെവിനെസ് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ PACയുടെ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു നല്ലോണം ആ ഒരു ഗ്ലോ കിട്ടും. അത്രയും ഭയങ്കര വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ ഫേസിൽ. അങ്ങനെ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത പോലെ തോന്നും. ജസ്റ്റ് നമ്മൾ വെള്ളം വെച്ച് മുഖം കഴുകിയ മാതിരത്തെ ഒരു എഫക്റ്റാണ് നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓയിലി സ്കിന്നുകാരുണ്ടെങ്കിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ 2 മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.